നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 4. ഹൗ മെനി സൈഡ്സ് ഡസ് എ റെഗുലർ പോളിഗൺ ഹാവ് ഇഫ് ഈച്ച് ഓഫ് ഇറ്റ്സ് ഇൻറ്റീരിയർ ആംഗിൾ ഇസ് 165 ഡിഗ്രി? ഇവിടെ നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? ഹൗ മെനി സൈഡ്സ്. അപ്പോൾ എന്നാണ് കണ്ടുപിടിക്കേണ്ടത്? എന്താ തന്നിരിക്കുന്നത് നോക്കാം. റെഗുലർ പോളിഗൺ തന്നിട്ടുണ്ട് അല്ലേ? അപ്പോൾ ഓൾ സൈഡ്സ് ഈക്വൽ, ഓൾ ആംഗിൾസ് ആർ ഈക്വൽ അല്ലേ? നമ്പർ ഓഫ് സൈഡ് ഈക്വൽ ആണ്, നമ്പർ ഓഫ് ആംഗിൾസ് ഈക്വൽ ആണ്. പക്ഷെ നമുക്ക് എന്താ നിൽക്കുന്നത്? ഇൻറ്റീരിയർ ആംഗിൾ തന്നിരിക്കുന്നത്. ഇൻറ്റീരിയർ ആംഗിൾ എത്ര ഡിഗ്രിയാണ്? 165 ഡിഗ്രിയാണ് തന്നിരിക്കുന്നത് അല്ലേ? പക്ഷെ നമുക്ക് എന്നില്ല. എന്നാൽ നമുക്ക് ആ സം അറിയൂ? ഇല്ല. സം ഡിഫറൻസ് ഉണ്ടാവും, ശരിയല്ലേ? എക്സ്റ്റീരിയർ ആംഗിൾസ് ആണെങ്കിൽ എല്ലാം എനിക്ക് ആഡ് ചെയ്യുമ്പോൾ എനിക്കറിയാം എന്താണ് 360 ഡിഗ്രി കിട്ടുന്നത്. പക്ഷേ ഇൻറ്റീരിയർ ആംഗിൾസ് പോളിഗൺസ് അനുസരിച്ച് ഡിഫറൻസ് ഉണ്ടാവും. നമ്മളപ്പോൾ എന്ത് ചെയ്യുക? ഇൻറ്റീരിയർ ആംഗിൾ എന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് എക്സ്റ്റീരിയർ ആംഗിൾ കണ്ടുപിടിക്കാൻ പറ്റുമല്ലോ. എന്താണ്? ഒരു ഇൻറ്റീരിയർ ആംഗിളും എക്സ്റ്റീരിയർ ആംഗിളും കൂടെ ആഡ് ചെയ്യുമ്പോൾ എത്രയായിരിക്കും സമ്മ്? 180 ഡിഗ്രിയാണ്. ഓക്കെ, ഇൻറ്റീരിയർ ആംഗിൾ പ്ലസ് എക്സ്റ്റീരിയർ ആംഗിൾ ഇസ് ഈക്വൽ ടു 180 ഡിഗ്രി. എന്തുകൊണ്ടാണ് റീസൺ? ഇപ്പോൾ നിങ്ങളൊരു ട്രയാങ്കിൾ ആണെന്ന് വിചാരിക്കും. അതിൻ്റെ ഇൻറ്റീരിയർ ആംഗിളും എക്സ്റ്റീരിയർ ആംഗിൾ എന്ന് പറയുമ്പോൾ എന്താ? പുറത്തിറക്കുന്ന ആംഗിൾ അല്ലേ? രണ്ടും കൂടെ നോക്കിയേ, ആഡ് ചെയ്യുമ്പോൾ എനിക്ക് എന്താ ലീനിയർ പെയർ അല്ലേ? അല്ല, ഈ ആംഗിൾ എന്ന് പറയുമ്പോൾ എന്താ? ലീനിയർ പെയർ. അതുകൊണ്ടാണ് ഇൻറ്റീരിയർ ആംഗിളും എക്സ്റ്റീരിയർ ആംഗിളും ആഡ് ചെയ്യുമ്പോൾ 180 ഡിഗ്രി വരുന്നത്. ഓക്കെ, ഐ നമുക്ക് തന്നിട്ടുണ്ട്. എത്രയാ? 165 പ്ലസ് ഇ ഇസ് ഈക്വൽ ടു 180 ഡിഗ്രി. ഓക്കെ, അപ്പോൾ എൻ്റെ എക്സ്റ്റീരിയർ ആംഗിൾ എത്രയാണ്? 180 മൈനസ് 165 ഡിഗ്രി ഇസ് ഈക്വൽ ടു 15 ഡിഗ്രി. ഇതാണ് എൻ്റെ എക്സ്റ്റീരിയർ ആംഗിൾ. എക്സ്റ്റീരിയർ ആംഗിൾ എനിക്ക് കിട്ടി. അപ്പോൾ എനിക്ക് നമ്പർ ഓഫ് സൈഡ്സിന് എടുക്കാൻ എളുപ്പമല്ലേ? എന്തെൻ്റെ ഇക്വേഷൻ? ഇ ഇൻറ്റു എൻ ഇസ് ഈക്വൽ ടു 360 ഡിഗ്രി. ഇ എത്രയാണ്? 15 ഇൻറ്റു നമ്പർ ഓഫ് സൈഡ് ഇസ് ഈക്വൽ ടു 360 ഡിഗ്രി. എൻ ഇസ് ഈക്വൽ ടു 360 ഡിവൈഡഡ് ബൈ 15. ഡിവൈഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 24 കിട്ടും. ഓക്കെ, therefore പോളിഗൺ എത്ര സൈഡ് ഉണ്ട്? പോളിഗൺ ഹാസ് 24 sides. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ ഈ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യേണ്ടത്.